Sophie, all the best once again. Alsia ma'am, shall we start? Yes. Yes, ma'am. Okay. ഗുഡ് ഈവനിങ് ഓൾ. ആദ്യമായി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫൗസിയ. തൃശൂർ ജില്ലയിലെ പാവറട്ടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനൊരു റെമഡിയൽ ട്രെയിനറാണ്. അതുകൂടാതെ വിംബിൾ അക്കാദമിയുടെ കീഴിലുള്ള പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 23ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഇവിടെ ഈ ട്രെയിനർ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവരാണ് സെഷൻസ് ലീഡ് ചെയ്യുന്നത്. ഇനി ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കഴിവുകളെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഈ കോഴ്സിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നതാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്താനും അതുപോലെ ടീച്ചിങ് മെത്തേഡുകളെ കുറിച്ച് അറിയാനും നമുക്ക് ഈ കോഴ്സ് വളരെയധികം സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷൻസിലൂടെ നമ്മളുടെ കഴിവുകൾ വളർത്താനും ഒരു മികച്ച ട്രെയിനർ ആവാനും നമ്മെ ഈ കോഴ്സ് സഹായിക്കുന്നുണ്ട്. അതിന് അർച്ചന മാമിന്റെയും ഫൈസൽ സാറിന്റെയും ക്ലാസ്സുകളും അവരുടെ നിർദ്ദേശങ്ങളും നമ്മെ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഇവിടെ സെഷൻസ് എടുക്കുന്നത് റാബിയ മാം ആണ്. അധ്യാപനമാണ് മാമിന്റെ തൊഴിൽ മേഖലയെങ്കിലും കൗൺസിലിംഗ് രംഗത്തും മാം വളരെ സജീവമാണ്. വായനയെ വളരെ ഇഷ്ടപ്പെടുന്ന മാം ആനുകാലികങ്ങളിലെ കവിതയും കഥകളൊക്കെ എഴുതാറുണ്ട്. പിന്നെ മാമിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു കഴിവ് ക്രാഫ്റ്റ് രംഗത്താണ്. നമ്മൾ ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കളിൽ നിന്നിട്ട് വളരെ മനോഹരമായ കരകൗശല വസ്തുക്കൾ മാം ഉണ്ടാക്കുന്നുണ്ട്. മാമിന്റെ ഇന്നത്തെ സബ്ജക്റ്റ് ലിറ്റററി മെഡിറ്റേഷൻ എ വർക്ക്ഔട്ട് ഫോർ ദ ബ്രെയിൻ എന്നതാണ്. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റം വായനയെ സ്വാധീനിക്കുന്ന, അതായത് വായനയെ മരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും വായനയെ വളരെ ഗൗരവമായി കൊണ്ടു നടക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. വായന നമുക്ക് അറിവ് നേടുന്നതിനും നമ്മുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി നമ്മെ മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി റാബിയ മാമിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം റാബിയ മാം. Fausia ma'am, I truly appreciate your kind words and the wonderful intro. Thank you very much. Thank you. Thank you, ma'am. Good evening. Good evening. Good evening. അപ്പോൾ ഞാൻ എന്നെ വീണ്ടും ഇനി പരിചയപ്പെടുത്തുന്നില്ല. എന്തായാലും ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിന്റെ പ്ലാറ്റ്ഫോമിൽ എനിക്കൊരു അവസരം നൽകിയതിന് അർച്ചന മാമിനോടും ഫൈസൽ സാറിനോടും ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. അപ്പം നമുക്ക് നേരിട്ട് സെഷനിലേക്ക് പോവാം. ഓക്കെ. അല്ല, ചൂടൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? ചൂടുണ്ട്. ചൂട്, നല്ല ചൂട്. അതെ. അങ്ങനെയാണെങ്കിൽ അക്ഷരങ്ങളിലൂടെ ഒരു മഴ നനയാൻ റെഡിയാണോ? റെഡി. യെസ്, ഫോർ ഷുവർ. വെരി ഗുഡ്, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ണടച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിങ്ങളുടെ മനസ്സിനോട് ഒന്ന് ഫോളോ ചെയ്യാൻ പറയണം. ഓക്കെ. വളരെ മനോഹരമായ ഒരു വൈകുന്നേരം. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കാറ്റിലാടുന്ന ഇലകൾക്ക് പോലും ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങളൊന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് മേഘാവൃതമായ ആകാശമാണ്. പെടുന്നനെയാണ് ആർത്തലച്ച് മഴ പെയ്തത്. ചുട്ടുപൊള്ളിയ മണ്ണിലേക്ക് മഴ പെയ്തിറങ്ങിയപ്പോൾ ഭൂമിയിൽ നിന്നും മണ്ണിന്റെ ഗന്ധം ഉയർന്നു. വാവ്! ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും മണ്ണിന്റെ മണമാണ്. പെട്ടെന്നാണ് ചെതിരിത്തെറിച്ച കുറേ തുള്ളികൾ നിങ്ങളെ മഴ നനച്ചത്. ആ മഴയിലും കുറേ ഓർമ്മകളിലും നിങ്ങൾ നനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളിൽ ആ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആർക്കെങ്കിലും പറയാമോ, മഴയുടെ ഒരു ചെറിയൊരു ഫീല് കിട്ടിയോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നേനെ. കിട്ടി, തീർച്ചയായിട്ടും കിട്ടി. ഒരു ഫുൾ ഫീലിംഗ്, മഴ നനഞ്ഞ ഒരു ഫീലിംഗ് ആയി. ഓക്കെ, നമ്മൾ ഇരുന്നിടത്ത് നിന്ന് ഒട്ടും അനങ്ങാതെ ഒരു ജനൽപ്പാളി പോലും തുറക്കാതെ ആ ഒരു ഫീല്, മഴയുടെ ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമാജിനേഷന്റെ പവറാണ്. ആ ഇമാജിനേഷൻ നമ്മൾ നൽകുന്ന ചിറകുകളാണ് വായന എന്ന് പറയുന്നത്. മഴ നനഞ്ഞ് എങ്ങനെയാണോ പ്രകൃതിയിൽ വ്യത്യാസം വരുന്നത്, അതുപോലെയാണ് വായനയിലൂടെ മനുഷ്യന്റെ മനസ്സിന് വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയുന്നത്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് വായനയെക്കുറിച്ചാണ്. എൻ്റെ ടോപ്പിക്ക് ലിറ്റററി മെഡിറ്റേഷൻ എ വർക്ക്ഔട്ട് ഫോർ ദ ബ്രെയിൻ എന്നുള്ളതാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 5 ന്യൂറോ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ,
അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് എക്സസൈസ് ആണ്. റീഡിംഗ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സെൻസറി ബ്രെയിൻ പ്രോസസ് ആണ്. ഓഡിറ്ററി കോർട്ടെക്സ്, വിഷ്വൽ കോർട്ടെക്സ്, ബ്രോക്കസ് ഏരിയ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മൾട്ടി കോഗ്നിറ്റീവ് പ്രോസസ് ആണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വിഷ്വൽ പ്രോസസ്സിംഗ് വരുന്നുണ്ട്, ലാംഗ്വേജ് ഡീകോഡിംഗ് വരുന്നുണ്ട്, കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്, ഇമാജിനേഷൻ വരുന്നുണ്ട്. സോ ഈ എല്ലാ ആക്ടിവിറ്റിയും ഒരേ സമയം ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ന്യൂറൽ പാത്വേസ് സ്ട്രോങ് ആവുന്നു. സോ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. റീഡിംഗ് എന്ന് പറയുന്നത് വെറുതെ അക്ഷരങ്ങൾക്ക് മുകളിലൂടെയുള്ള ഒരു യാത്ര മാത്രമല്ല. വിഷ്വൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരൊറ്റൊരു പോയിന്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഷേപ്പാണുള്ളത് അല്ലെ. ബി എന്ന് പറയുന്ന അക്ഷരം പോലെയല്ല ആ എന്ന് പറയുന്ന അക്ഷരം. സോ ഓരോ അക്ഷരത്തിന്റെയും ഷേപ്പ് ഓഫ് ദ ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ് ഏരിയയിലാണ്. വിഷ്വൽ വേർഡ് ഫോം ഏരിയയിൽ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ആ ലെറ്ററിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇനി വേർണിക്സ് ഏരിയയാണ് ആ വേർഡിന്റെ മീനിങ്ങും അടുത്ത് കിടക്കുന്ന വേർഡിന്റെ മീനിങ്ങും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വേർണിക്സ് ഏരിയയിലാണ്. അതുപോലെ തന്നെ ബ്രോക്കസ് ഏരിയയിലാണ് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ആ പദം ഒന്ന് ഉച്ചരിച്ചു നോക്കും അല്ലെ. അത് നമ്മുടെ ബ്രോക്കസ് ഏരിയയാണ് നമ്മൾ അതിനെ സഹായിക്കുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിട്ടുള്ള ഈ ബ്രോക്കസ് ഏരിയയിലാണ് നമ്മുടെ ഭാഷാ നൈപുണ്യവും അതുപോലെ തന്നെ സംസാരവും എല്ലാം നിയന്ത്രിക്കപ്പെടുന്നത്. ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് അയാൾ ഒരു കഷ്ണം മാങ്ങ എടുത്ത് കഴിച്ചു, വല്ലാത്തൊരു പുളിപ്പായിരുന്നു അതിന് എന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു പുളിപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ജസ്റ്റേറ്ററി കോർട്ടെക്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വായിച്ചൊരു പഴയൊരു കാര്യത്തിനെ പുതിയൊരു കാര്യത്തിനെ പഴയ കാര്യവുമായിട്ട് കണക്ട് ചെയ്യുന്നത്, ഒരു മെമ്മറിനെ ക്രിയേറ്റ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും നമ്മുടെ മെമ്മറി ടവർ ആയിട്ടുള്ള ഹിപ്പോ ക്യാമ്പസിലാണ്. അതായത് ഷോർട്ട് ടേം മെമ്മറിനെ ലോങ് ടേം മെമ്മറി ഒക്കെ ആക്കി മാറ്റുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ്. സോ റീഡിങ്ങിലൂടെ ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസിനെയും കോർത്തിനേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ പുതിയൊരു ന്യൂറൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പുതിയൊരു ന്യൂറൽ പാത്വേ രൂപപ്പെടുത്തിക്കൊണ്ട് ബ്രെയിനിനെ സ്വയം റിവയർ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ റീഡിങ്ങിലൂടെ ബ്രെയിൻ റിവയർ ചെയ്യപ്പെടുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വേഗത്തിൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയെയും അതുപോലെ തന്നെ ബുദ്ധിശക്തിയെയും അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെയും മൂർച്ചപ്പെടുത്താനും ശക്തിപ്പെടുത്താനും സാധിക്കുന്നു എന്നുള്ളതാണ്. സോ റീഡിംഗ് എന്ന് പറയുന്നത് മികച്ചൊരു കോഗ്നിറ്റീവ് എക്സസൈസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് എമ്പതിയാണ്. ഓരോരുത്തർക്കും വായനയിൽ ഓരോ തരത്തിലുള്ള ടേസ്റ്റുകളായിരിക്കും അല്ലേ. ചിലർക്ക് നോവൽസ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലരെ സംബന്ധിച്ച് കവിതകളായിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലരെ സംബന്ധിച്ച് ഓട്ടോബയോഗ്രഫി ഒക്കെ വായിക്കാനായിരിക്കും ഇഷ്ടമുണ്ടാവുക. നമ്മൾ പക്ഷെ നോവലൊക്കെ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ പെട്ടെന്നാണ് നമ്മളൊരു കഥാപാത്രത്തിലേക്ക് പടർന്നു കയറുന്നത്. ഞൊടിയിട കൊണ്ട് തന്നെ നമുക്ക് അപരിചിതമായ ഒരിടത്തേക്ക് നമ്മൾ ചേക്കേറുകയും അതേപോലെ ആ കഥാപാത്രത്തിന്റെ ആത്മസംഘർഷങ്ങളെയും ആശയങ്ങളെയും നമ്മൾ നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന ശരിക്കും പറഞ്ഞ മാന്ത്രിക അനുഭവമാണ് വായന എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ ഒരു കഥാപാത്രത്തിന്റെ ഫീലിങ്സിനോടൊപ്പം ഇമോഷൻസിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മിറർ ന്യൂറോൺസ് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ കഥാപാത്രത്തിന്റെ അതേ ഫീലിങ്സും അതേ ഇമോഷൻസും നമ്മുടെ ഉള്ളിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്കിനെ സ്ട്രോങ് ആക്കുന്നു. സോ നമുക്ക് കോഗ്നിറ്റീവ് എമ്പതി ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ തിയറി ഓഫ് മൈൻഡ് നമ്മുടെ ഡെവലപ്പ് ആവുന്നു. അതായത് മറ്റൊരാളുടെ വിഷമങ്ങളെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫീലിങ്സിനെ ഇമോഷൻസിനെ തിയറി ഓഫ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അല്ലെ. നമുക്കൊരാളുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതെ അവരൊന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുമ്പോൾ അത് അവർക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും അതൊരു ആത്മവിശ്വാസം ജനിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് യാതൊരു ജീവിതത്തിൽ ഒരിക്കലും പരിചയപ്പെടാത്ത ഒരു കഥാപാത്രത്തിനോടൊപ്പമാണ് നമ്മൾ ആ ഒരു ഫീലിങ്സിലൂടെ സഞ്ചരിക്കുന്നത്. ആ കഥാപാത്രം വേദനിക്കുമ്പോൾ നമ്മളും വേദനിക്കുന്നു, ആ കഥാപാത്രം സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കുന്നു അല്ലെ. നമുക്കത് ഫീലിങ്സ് ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ വായന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരെ നമുക്ക് ഫീലിങ്സിനെയും ഇമോഷൻസിനെയും മനസ്സിലാക്കി തരാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മളൊരാളെ കൺസിഡർ ചെയ്യുക എന്നുള്ളത്, കൺസിഡർ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ പോലും ഒരു റിലേഷൻഷിപ്പിനെ കളറാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇനി മൂന്നാമത്തേതാണ് ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ സ്ക്രോളിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രായമായവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫോൺ ഇങ്ങനെ വെച്ച് വളരെ പതുക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും
ഇനി കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കുക, എനിക്ക് തോന്നുന്നു അവരുടെ അമ്മമാർക്കായിരിക്കും ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നത്. ഈ കുട്ടിക്ക് ഞാൻ കഴിക്കുന്നത് സോളിഡ് ഫുഡാണോ ലിക്വിഡ് ഫുഡാണോ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയണ്ടോ എന്ന് പോലും അറിയില്ല. അത് ഈ അതിന്റെ കയ്യിനേക്കാട്ടിലും വലിയൊരു മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചിട്ട് ഈ പിഞ്ച് വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, കണ്ടിട്ടില്ലേ? അത് ഈ ഒരു എല്ലാ ഒരു ഇതിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഏത് ഏജ് ഗ്രൂപ്പിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ സ്ക്രോളിംഗ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല നമുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. സ്ക്രോളിംഗ് എന്ന് പറയുന്നത് സ്പീഡാണ് അല്ലെ, പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന വിഷ്വൽസ്, പെട്ടെന്ന് പെട്ടെന്ന് മാറുന്ന റിയാക്ഷൻസ്, പെട്ടെന്ന് മാറുന്ന ഇമോഷൻസ്. പക്ഷെ റീഡിംഗ് എന്ന് പറയുന്നത് ഡീപ്പായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് നമ്മളെ കോൺസെൻട്രേഷനെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് ദീർഘസമയത്തേക്ക്. അപ്പോൾ ചിതറിത്തെറിക്കുന്ന എല്ലാ ചിന്തകളെയും ഒരേ ഒരു പോയിന്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സസ്റ്റെയിൻഡ് അറ്റൻഷൻ ഗെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ വർക്കിംഗ് മെമ്മറിനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റീഡിങ്ങിലൂടെ ഈ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെയിലി ലൈഫിൽ പല കാര്യത്തിലും നമുക്കൊരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഈ കോഗ്നിറ്റീവ് ഡിസ്ട്രക്ഷൻസിനൊക്കെ തന്നെ മാറ്റി നിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന നല്ലൊരു ഷീൽഡായിട്ട് നമുക്ക് റീഡിങ്ങിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി ആയിക്കോട്ടെ, നമ്മുടെ ഫോക്കസ് ആയിക്കോട്ടെ, നമ്മുടെ അറ്റൻഷൻ ആയിക്കോട്ടെ, കോൺസെൻട്രേഷൻ ആയിക്കോട്ടെ, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു മെന്റൽ ജിംനാസ്റ്റിക് ആണ് നമുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റിയാണ്. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ചിന്തകളെയും ആശയങ്ങളെയും മാറ്റാനുള്ള കഴിവാണ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വായിക്കുന്ന സമയത്ത് ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റൊരു കഥാപാത്രത്തിലേക്ക്, ഒരു ദേശത്തിൽ നിന്നും മറ്റൊരു ദേശത്തിലേക്ക്, ഒരു ചിന്തയിൽ നിന്നും മറ്റൊരു ചിന്തയിലേക്ക് അക്ഷരങ്ങളോടെയുള്ള തീർത്ഥാടനമാണ് വായന എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളൊരു കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു ആശയത്തിൽ നിന്നും മറ്റൊരു ആശയത്തിലേക്ക് നമ്മൾ മാറുന്നു അല്ലെ, നമുക്ക് പെട്ടെന്നാണ് മാറേണ്ടി വരുന്നത്. സോ ഒരു അസോസിയേറ്റീവ് ലേണിങ്ങിന് അത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ദീർഘനേരം അല്ലെങ്കിൽ കുറേ വായനാശീലമുള്ള വ്യക്തികളിൽ ഒരു കോഗ്നിറ്റീവ് റിസർവ് രൂപപ്പെടുന്നുണ്ട്. അതായത് ഏത് പുസ്തകമാണെങ്കിലും നമുക്ക് ബുക്ക് നൽകുന്നത് ഒന്നുകിൽ അറിവാണ്, അല്ലെങ്കിൽ അനുഭവമാണ്, അല്ലെങ്കിൽ ആശയമാണ് അല്ലെ. സോ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധികളിൽ പെടുന്ന സമയത്ത് നമുക്ക് ഇതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റു മാർഗമില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതല്ലാതെ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്ന് ചിന്തിപ്പിക്കുന്നതിലേക്ക് നമ്മുടെ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി നമ്മളെ നയിക്കുന്നു എന്നുള്ളതാണ്. സോ വായന ഉള്ളവരെ അപേക്ഷിച്ച് വായന ഇല്ലാത്തവരേക്കാൾ കൂടുതലായി അവരുടെ സിനാപ്റ്റിക് കണക്ഷൻസ് കൂടുതലാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ലാംഗ്വേജ് ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ടെക്നിക്സ് ആയിക്കോട്ടെ, പെട്ടെന്ന് തന്നെ പഠിക്കാനുള്ള ഒരു ന്യൂറൽ അഡാപ്റ്റേഷൻ ബ്രെയിന് സജ്ജമാക്കുന്നു എന്നുള്ളതാണ്. സോ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് പുതിയൊരു കൾച്ചർ പഠിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇനി അഞ്ചാമത്തെ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് സ്ട്രെസ് ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ചില സമയത്ത് നമ്മൾ ബുക്സ് വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ബുക്ക് നമ്മളിങ്ങനെ മറിച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഇവിടെ നിന്ന് തന്നെ മറിക്കാൻ തുടങ്ങും അല്ലേ. നമുക്ക് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ബുക്സ് ഉണ്ടാവും. അതേ ചില സമയത്ത് നമ്മൾ ബുക്ക് വായിക്കുന്ന സമയത്ത് ബുക്ക് മാർക്ക് വെക്കാൻ പോലും മറന്നുപോകും. കാരണം എന്താ, നമ്മൾ ഇങ്ങനെ ഭയങ്കര ആസ്വദിച്ചാ പോകുന്നത്. ആ ബുക്ക് മാർക്ക് വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, ഒറ്റ ഇരിപ്പിനെ അങ്ങ് വായിച്ചു തീർക്കും. റാം കെയർ ഓഫ് ആനന്ദി, നേത്രോൺ മീലനം പോലെയുള്ള ബുക്കുകളൊക്കെ അങ്ങനെ വായിച്ചുള്ള ബുക്കുകളാണ്. വായിച്ചിട്ടില്ലെങ്കിൽ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ബുക്സ് വായിച്ചു നോക്കണേ. നമുക്ക് അത്രയും ആസ്വദിച്ച് നമുക്ക് ബുക്സ് വായിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പമൈനും അതുപോലെ തന്നെ എൻഡോർഫിനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ അളവിനെ അവിടെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാനുള്ള നല്ലൊരു മെഡിസിൻ ആണ് റീഡിംഗ് എന്ന് പറയുന്നത്. 6 minutes ഓഫ് റീഡിങ് 68% ഓഫ് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് സസെക്സ് യൂണിവേഴ്സിറ്റി നടത്തുന്ന പഠനങ്ങൾ പറയുന്നത്. സോ നമ്മൾ ഒന്നിലേക്ക് മാത്രമായിട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ മാറ്റിവെച്ച് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് റീഡ് ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് നല്ലൊരു ലിറ്റററി മെഡിറ്റേഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ 5 പോയിന്റ് പറഞ്ഞു തീർത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോഗ്നിറ്റീവ് എക്സസൈസ്, എൻഹാൻസ്ഡ് എംപതി, ഫോക്കസ്ഡ് അറ്റൻഷൻ, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫൈനലി റെഡ്യൂസ്ഡ് സ്ട്രെസ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഈ ന്യൂറോ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ്ങിന് ശേഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, റീഡിങ് കൊണ്ട് സ്വന്തം വ്യക്തി ജീവിതത്തിലും സൊസൈറ്റിയിലും ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കുറച്ച് വ്യക്തികളെ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാനാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്, മൈക്കൽ ഫാരഡെ. ഓക്കെ, അദ്ദേഹത്തിന്റെ 13ാമത്തെ വയസ്സിലാണ്
അദ്ദേഹം വിദ്യാഭ്യാസം നിർത്തുന്നത്. അതായത് അന്നത്തെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നത് കൊണ്ട് തന്നെ 13-ാമത്തെ വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നു. പിന്നീട് അദ്ദേഹം ഒരു പത്രവിതരണമാണ് തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു ബുക്ക് ബൈൻഡറി ഷോപ്പിൽ ഒരു ഹെൽപ്പറായിട്ട് കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് മുഴുവനും ബുക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. രാത്രിയിൽ ഈ ബൈൻഡ് ചെയ്ത ബുക്കുകളൊക്കെ ഇരുന്ന് വായിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി ബുക്കുകൾ വായിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടി. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, ദ കോൺവെർസേഷൻ ഓൺ കെമിസ്ട്രി തുടങ്ങിയ ബുക്കുകളൊക്കെ അദ്ദേഹം അവിടെ ഇരുന്ന് വായിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ശാസ്ത്രത്തിനോട് വല്ലാത്തൊരു അഭിനിവേശമായി. അദ്ദേഹത്തിന്റെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അദ്ദേഹം പലപ്പോഴും എക്സ്പെരിമെന്റ്സിന് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് വായിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഈ ശാസ്ത്രത്തോടുള്ള അഭിനിവേശം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം സർ ഹംഫ്രി ഡേവിയുടെ, അതായത് ഡേവി സേഫ്റ്റി ലാമ്പൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള അമേരിക്കൻ കെമിസ്റ്റ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മാഗ്നീഷ്യം, സ്ട്രോൺഷ്യം ഇതൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള അതേ സെയിം ഹംഫ്രി ഡേവിയുടെ ഒരു ക്ലാസ് കേൾക്കാനുള്ള 4 കൂപ്പണുകൾ ഇദ്ദേഹത്തിന് സൗജന്യമായിട്ട് ഇദ്ദേഹത്തിന് ഫ്രണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ആ ഒരു ക്ലാസ്സിൽ പോയി ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷെ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, പകരം ഇതിനെ മുഴുവനും കുറിപ്പാക്കി സൂക്ഷിക്കുകയും അത് നന്നായിട്ട് ബൈൻഡ് ചെയ്തിട്ട് സർ ഹംഫ്രി ഡേവിക്ക് ഇത് ഗിഫ്റ്റാക്കി അദ്ദേഹം സമ്മാനിക്കുകയും ചെയ്തു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം സർ ഹംഫ്രി ഡേവി ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ലാബ് അസിസ്റ്റന്റ് ആയിട്ടാണ് നിയമിക്കുന്നത്. പിന്നീട് മൈക്കൽ ഫാരഡെ എന്ന് കേൾക്കുന്ന സമയത്ത് ഫാരഡെ കേജ്, ഫാരഡെ എഫക്റ്റ്, ഡയാമാഗ്നറ്റിസം, ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അങ്ങനെ ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിട്ടാണ് നമ്മൾ പിന്നീട് കേൾക്കുന്നത്. ഓക്കെ, സർ ഹംഫ്രി ഡേവിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല കണ്ടുപിടുത്തം എന്താണ് എന്ന ചോദ്യത്തിന് ഇദ്ദേഹം നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: എന്റെ കണ്ടുപിടുത്തങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് മൈക്കൽ ഫാരഡെ ആണ് എന്നാണ്. ഇനി അടുത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ ആണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് ഒരുപാട് വായിക്കുമായിരുന്നു. കിലോമീറ്ററുകളോളം നടന്നാണ് അദ്ദേഹം പുസ്തകം കടം വാങ്ങി വന്നിരുന്നത്. ഒരു ദിവസം അദ്ദേഹം വരുന്ന സമയത്ത് മഴ നനഞ്ഞ് ബുക്ക് കേടായിപ്പോയി. അതിന് അദ്ദേഹം പകരം നൽകേണ്ടി വന്നത് ഈ പുസ്തകത്തിന്റെ ഉടമക്ക് 3 ദിവസം അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ കൂലിയില്ലാതെ വേല ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത്രയേറെ പുസ്തകങ്ങളോട് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുമായിരുന്നു, എനിക്ക് ഇതുവരെ ഞാൻ വായിക്കാത്ത പുസ്തകം ആരാണോ തരുന്നത് അവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അദ്ദേഹം പറയായിരുന്നു. പകൽ മുഴുവൻ അധ്വാനിക്കുകയും രാത്രിയിൽ അദ്ദേഹം കനലിന്റെ വെളിച്ചത്തിലിരുന്നാണ് വായിച്ചിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഒരു ഡീപ്പായിട്ടുള്ള വായനയായിരിക്കാം ഗെറ്റിസ്ബർഗ് സ്പീച്ച് പോലെയുള്ളത് അദ്ദേഹത്തിനെ നടത്താൻ ഏറ്റവും കൂടുതൽ പ്രാപ്തനാക്കിയത് അല്ലെങ്കിൽ രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ആ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് വെറും 2 മിനിറ്റിൽ താഴെയാണ് അതിന്റെ സമയം. 272 വേർഡ്സുകളാണ് അദ്ദേഹം അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഡെമോക്രസിക്ക് ഏറ്റവും മനോഹരമായ ഒരു ഡെഫിനിഷൻ അദ്ദേഹം അതിനാണ് കൊടുക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഷാൽ നോട്ട് പെരിഷ് ഫ്രം ദ എർത്ത് എന്ന് പറയുന്ന ഡെഫിനിഷൻ. അദ്ദേഹത്തിന് ശേഷം എവറസ്റ്റ് എഡ്വേർഡ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊട്ട് മുമ്പ് സംസാരിക്കുന്നത് എവറസ്റ്റ് എഡ്വേർഡ് ആണ്. 2 മണിക്കൂറാണ് അദ്ദേഹം എടുത്ത് സംസാരിച്ച സമയം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് വെറും 2 മിനിറ്റിൽ താഴെയുള്ള 272 വേർഡ്സുകൾ ഉപയോഗിച്ചുള്ള എബ്രഹാം ലിങ്കന്റെ സ്പീച്ചാണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ എടുക്കുന്നത് നെൽസൺ മണ്ടേലയാണ്. നെൽസൺ മണ്ടേല നമുക്കറിയാം 27 വർഷമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. 18 വർഷം റോബിൻ ഐലൻഡിലായിരുന്നു. ഈ കനത്ത തടവറ അദ്ദേഹം സത്യം പറഞ്ഞാൽ അതിനെ ഒരു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ബുക്സുകൾ അദ്ദേഹം ഒളിഞ്ഞും പാത്തും തെളിച്ചും ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ അദ്ദേഹം ഈ പുസ്തകങ്ങൾ ആരും പിടിക്കപ്പെടുമോ എന്ന് തോന്നല് അദ്ദേഹം മണ്ണ് മാന്തി ഈ പുസ്തകം കുഴിച്ചിടും. പിന്നീടാണ് അദ്ദേഹം ആ പുസ്തകം എടുത്ത് വായിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി ബുക്സുകൾ, പൊളിറ്റിക്സ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി, ഒരുപാട് ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ്, സോഫോക്ലേസിന്റെ ആന്റിഗണി, ജൂലിയസ് സീസർ, ഷേക്സ്പിയറുടെ ഈ ജൂലിയസ് സീസർ തന്നെ അദ്ദേഹം പലതവണ വായിക്കാറുണ്ടായിരുന്നു. അതിൽ തന്നെ കോവാച്ച് ഡേ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്, ദ വാലിയൻ നെവർ ടേസ്റ്റ് ഓഫ് ഡെത്ത് ബട്ട് വൺസ് എന്ന് പറയുന്ന ഡയലോഗ് സഹ തടവുകാർക്കിടയിൽ അദ്ദേഹം ഇടയ്ക്കിടെ പറയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് അദ്ദേഹം എക്സ്റ്റേണൽ പ്രോഗ്രാമിലൂടെ LLB എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി അദ്ദേഹം ജയിൽ വാസ സമയത്താണ് എഴുതുന്നത്. അദ്ദേഹത്തിന്റെ മാതൃഭാഷ എന്ന് പറയുന്നത് മദർ ടങ് സോസി ആയിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ ജയിലിലാക്കിയവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആഫ്രിക്കൻസ് പഠിക്കുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ ആഫ്രിക്കൻ ലിറ്ററേച്ചർ വായിക്കുന്നത് അവിടെ വെച്ചാണ്. പിന്നീട് 27 വർഷത്തിന് ശേഷം അദ്ദേഹം ജയിൽ മോചിതനാകുന്ന സമയത്ത് വെറുപ്പോ പകയോ വിദ്വേഷമോ ഒന്നും ആയിരുന്നില്ല. ഒരു സൊസൈറ്റിനെ തന്നെ മാറ്റിമറിക്കാൻ പാകത്തിൽ പോളിഷ് ചെയ്യപ്പെട്ട വ്യക്തിയായിട്ടാണ് പിന്നീട് നമുക്ക് നെൽസൺ മണ്ടേലിനെ കാണാൻ പറ്റുന്നത്. ഇനി
അടുത്തതായിട്ട് നമുക്ക് ഡോക്ടർ ബി ആർ അംബേദ്കറെ നോക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളായിരുന്നു ബി ആർ അംബേദ്കർ. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് 50,000-ലധികം ബുക്സ് ഉള്ള ലൈബ്രറി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 6 മണിക്കൂറൊക്കെ ഒരു ദിവസം അദ്ദേഹം വായിക്കുമായിരുന്നു എന്ന്. അങ്ങനെ ഇനി നമുക്ക് ഒരുപാട് പേര്, അതായത് ജോൺ റസ്കിനും അതുപോലെ തന്നെ ലിയോ ടോൾസ്റ്റോയുമാണ് തന്നെ വരികളിലൂടെ സ്വാധീനിച്ചത് എന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. അതേസമയം തന്നെ മാർട്ടിൻ ലൂതർ കിങ് പറയുന്നുണ്ട്, ജൂനിയർ അദ്ദേഹം പറയുന്നത് മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ തോറോയുമാണ് തന്നെ സ്വാധീനിച്ചത് എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഇതുപോലെ വായന കൊണ്ട് മാറ്റം വരുത്തിയുള്ള ഒത്തിരി പേരുകൾ വരുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അല്ലെ സൂസൻ മാം? അങ്ങനെ കുറേ പേര് വരുന്നുണ്ടാവാം. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ വി.ടി. ഭട്ടതിരിപ്പാടിനെ പോലെയുള്ള വ്യക്തികളുടെ പേരുകൾ ഒരുപക്ഷെ അല്ലെങ്കിൽ മുഖങ്ങളോ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവും. കാരണം അദ്ദേഹം ആദ്യമായിട്ട് കൂട്ടി വായിക്കുന്നത് ശർക്കര പൊതിഞ്ഞു കൊണ്ടുവന്നൊരു ന്യൂസ് പേപ്പറിലെ മാന്മാർക്ക് കുടകൾ എന്ന ഒരു പരസ്യവാചകമായിരുന്നു. അത് അദ്ദേഹം പഠിച്ചത് ഒരു തീയാടി പെൺകുട്ടിയിൽ നിന്നാണ്. ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നീട് ആ ഒരു മാന്മാർക്ക് കുടകൾ എന്ന പരസ്യവാചകത്തിലൂടെ വായന തുടങ്ങിയ അദ്ദേഹം സാഹിത്യത്തിലേക്കും പിന്നീട് സാമൂഹിക ചിന്തകളിലേക്കും പടർന്നു കയറുകയും പിന്നീട് സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എന്ന് കേരളത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ വായന എന്ന് പറയുന്നത് വരികളിൽ നിന്ന് മനസ്സിലേക്കും മനസ്സിൽ നിന്ന് ചിന്തകളിലേക്കും ചിന്തകളിൽ നിന്ന് ലോകത്തിനെ തന്നെ പരിവർത്തനപ്പെടുത്താൻ പറ്റുന്ന അത്ഭുതകരമായ ആശയങ്ങളിലേക്ക് മാറുന്ന ഒന്നാണ് വായന എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളെല്ലാവരും തന്നെ വായനയിൽ നിന്ന് ഒരുപാട് ദൂരം പുറകിലാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പറയാറുണ്ട്, കുട്ടികൾ ഇപ്പോൾ തീരെ പുസ്തകം വായിക്കാറില്ല, അവർക്കതിൽ തീരെ താല്പര്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? പക്ഷെ നമ്മൾ കുട്ടികളിലേക്ക് നോക്കണ്ട, നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കി നോക്കും. 3 വർഷം മുമ്പുള്ള നമ്മളുടെ വായനയുടെ നിലവാരം എന്തായിരുന്നു, ഇപ്പോഴെന്താണ് നിലവാരം എന്നുള്ളത് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെയാണ് എന്നറിഞ്ഞെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത്രയേറെ ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയേറെ മനുഷ്യനെ മാറ്റിമറിക്കാനുള്ള കഴിവുള്ള ഒന്നാണ് റീഡിങ് എന്നറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടായിരിക്കാം നമ്മളെ പോലെ അല്ലെങ്കിൽ എല്ലാവരും അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന വ്യക്തികൾ എല്ലാവരും തന്നെ ഈ വായനയിൽ നിന്ന് ഒരുപാട് ദൂരം പുറകേട്ട് സഞ്ചരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാൻ എന്താണ് കാരണങ്ങൾ? ഒത്തിരി കാരണങ്ങളുണ്ട്, എന്നാലും പറയാമോ? ഡിജിറ്റൽ we spend a lot of time on digital platform. വായനയും ഡിജിറ്റൽ ആക്കിയിട്ടുണ്ടല്ലോ. കിൻഡിൽ Yes, ma'am. പോലുള്ള ഫെസിലിറ്റി Yes. ഉള്ളത് കൊണ്ട് we read it through. പൊതുവെ ഒത്തിരി കാര്യങ്ങൾ ഡിജിറ്റലി വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു മാം. നമുക്കറിയാം ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻ തന്നെയാണ് അതിൽ നമ്പർ 1 എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ മുമ്പ് വായിച്ചിരുന്ന നമ്മളുടെ സമയം OTT പ്ലാറ്റ്ഫോമിനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വേണ്ടി നമ്മൾ പകുത്ത് കൊടുത്ത് കഴിഞ്ഞു, അല്ലേ? ഇനി കൊടുക്കാൻ പോകുന്നു എന്നല്ല, അത് കൊടുത്തു കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് മൾട്ടി ടാസ്കിങ് അതല്ലെങ്കിൽ ബിസി ലൈഫ് എന്ന് പറയുന്നത്, അല്ലെ? മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്, അല്ലെ? നാളത്തെ ക്ലാസ്സിന് വേണ്ടി ചിലപ്പോൾ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോഴായിരിക്കും കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ടാവുക. അതിനിടയിൽ പിന്നെയും നമ്മൾ ഇങ്ങനെ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ളത് നമ്മൾ പെട്ടെന്നൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതിനിടയിൽ നമുക്ക് പോയിട്ട് റീഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം എന്താണ്, അതിന് കോൺസെൻട്രേഷൻ അത്യാവശ്യമാണ്. അപ്പം അത് നടക്കില്ല. അപ്പം ഇത് രണ്ടിനും നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും, അതും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് സമയത്തേക്ക് ഇതിനെ ഒന്ന് മാറ്റിവെക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ ബാക്കി കുറച്ച് സമയത്തേക്കൊന്ന് മാറ്റിവെച്ച് നമ്മൾ ഇതിനായിട്ട് നമ്മളൊന്ന് വായനക്കായിട്ട് കുറച്ച് സമയം നീക്കി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് പെർഫോമേറ്റീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലരും പല കാര്യത്തിലും പലരെയും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതെല്ലാ ഫീൽഡിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ് നമുക്കത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഇവിടെ വായനയിലും അതെ, പലരും പലരെയും ഇമിറ്റേറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നമ്മൾ വായിക്കാൻ വേണ്ടുള്ളൂ. അതല്ലാതെ മറ്റൊരാൾ ഭയങ്കര സീരിയസ് ആയിട്ട്, ഇപ്പം സൂസൻ മാമിന് തോന്നുകയാണ് രവീന്ദ്രനാഥ ടാഗോറോ അരിസ്റ്റോട്ടലോ സോഫോക്ലീസോ ഒക്കെ വായിച്ചാൽ നല്ലതാണെന്ന് തോന്നിയിട്ട് മാം അത് വായിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് MT വാസുദേവൻ നായർ, മുകുന്ദനും അതുപോലെ മാധവിക്കുട്ടിയായിരിക്കും എനിക്ക് അവരിലൂടെ സഞ്ചരിക്കാനായിരിക്കും എനിക്ക് ഇഷ്ടമുണ്ടാവുക. സോ നമുക്ക് നമ്മുടെ ടേസ്റ്റുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുക. വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ താല്പര്യത്തിന് പകരം അതിനോട് മടുപ്പാണ് നമുക്ക് തോന്നുക.
പോസിറ്റീവ് റിസൾട്ട് ഒരിക്കലും നമുക്ക് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ വായിക്കുക. JK റോളിംഗ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുവരെയും വായനയോട് താല്പര്യം തോന്നിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ബുക്ക് നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഗെയിമിംഗ് കൾച്ചർ. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് കുട്ടികൾ ഒരു ഡിജിറ്റൽ വേൾഡിലുള്ളത് തന്നെയാണ്, അല്ലേ? അവരെ കുറ്റം പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ അവർക്ക് പോയി കളിക്കാനോ അതല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളൊന്നും ഇല്ലാതാവുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലിലും ഗെയിമിലും ഒക്കെയാണ്. പക്ഷെ വായന എന്ന് പറയുന്നത് വളരെ സ്ലോലിയാണ് നമുക്ക് ആസ്വദിച്ച് വരാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര ആവേശമാണ്. കടന്ന് എൻ്റർ ചെയ്താൽ മതി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആവേശം ഇങ്ങനെ അടിച്ചു കയറുന്നതാണ്. അതേപോലെ നമുക്ക് റീഡിങ്ങിൽ അത്ര പെട്ടെന്ന് അവരെ അതിലേക്ക് എത്തിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ടേസ്റ്റുകൾ എന്താണെന്ന് അറിയുക, അവരോടൊപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുക, ആ ഹോബീനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ കോട്ട്സോട് കൂടിയാണ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, വായന ഒരു ധ്യാനമാണ്. അക്ഷരങ്ങളിലൂടെ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. വായന ലോകത്തെയും നമ്മളെ തന്നെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും സമയം എന്നെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. താങ്ക് യു റാബിയ. താങ്ക് യു റാബിയ മാം. അക്ഷര മാം പറഞ്ഞു. താങ്ക് യു റാബിയ മാം. താങ്ക് യു മാം. റാബിയ മാം, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഒരു അന്യാധീനപ്പെട്ടു പോയ ഒരു കല എന്ന് പറയേണ്ടി വരും അല്ലേ? വായനാശീലം ഒരുപാട് കുറയുകയും മാം പറഞ്ഞതുപോലെ സ്ക്രോളിങ്ങിലേക്കാണ് നമ്മൾ പലപ്പോഴും മാറിക്കഴിഞ്ഞത് അല്ലേ? യെസ് മാം. മാറിക്കഴിഞ്ഞു. അപ്പൊ ആ ഒരു വിഷയത്തിനെ കുറിച്ച് വളരെ മനോഹരമായ വിഷ്വലൈസേഷനിലൂടെ കടന്നുപോയ ഒരു സെഷനായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ, അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ദിസ് ഇസ് ദ ടൈം. യു ആർ വെൽക്കം. ഹലോ റാബിയ. നല്ല വായനയെ പറ്റിയും ബുക്സിനെ പറ്റിയും ഒക്കെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിന്റെ സയന്റിഫിക് കണക്ഷനും ബ്രെയിനിന്റെ ഏത് ഏരിയ ആണ് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്ന ഇതിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞു തന്നു. വെരി ഗുഡ്. ഒരു ഇച്ചിരി സ്പീഡ് കൂടി പോയി കേട്ടോ. കാരണം ഞാനാണെ ഞാൻ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു പറയാൻ, ബട്ട് യു ഡിഡ്ന്റ് സീ ഇറ്റ് ഐ ഗസ്. കാരണം ഏതോ 2 ബുക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, കിട്ടുവാണെ വായിക്കണമെന്നത്. ഏത് ബുക്കായിരുന്നു? ഐ കുഡ്ന്റ് ക്യാച്ച് ഇറ്റ്. വിച്ച് ബുക്സ് വെർ ദേ? റാം കെയർ ഓഫ് ആനന്ദി. നേത്രോന്മീലനം. മറ്റേത് നേത്രോന്മീലനം. കെയർ മീരയുടെ. ഓക്കെ. പെട്ടെന്ന് അത് പറഞ്ഞു പോയോണ്ടേ. അപ്പം ഇച്ചിരി സ്പീഡ്, ഇച്ചിരി നല്ല സ്പീഡ്, വണ്ടി സ്പീഡ് കൂടുതലായിരുന്നു. ബട്ട് എനിവേ, ഇൻഫർമേഷൻ നല്ലതായിട്ട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കുറേയേറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും, പിന്നെ ഏറ്റവും അവസാനം ആദ്യത്തെ ആ മഴ നനഞ്ഞ അനുഭവം നല്ലൊരു അനുഭവമായിരുന്നു. നല്ല കൂൾ ഫീലിംഗ്. പിന്നെ അവസാനം വന്നപ്പം വായന ഒരു ധ്യാനമാണെന്നുള്ള ഒരു കാര്യം സുകുമാർ അഴീക്കോട് പറഞ്ഞ ആ ഒരു കാര്യവും ഓർപ്പിച്ചിട്ട് പറഞ്ഞു തന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. സോ താങ്ക് യു വെരി മച്ച് ഫോർ എ വെരി ഗുഡ് എക്സ്പീരിയൻസ് of listening about all the importance of reading and how we can continue to develop it. നമ്മുടെ ഡിജിറ്റൽ കുറച്ച് നേരം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചൊക്കെ ഇത് എൻജോയ് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഓർപ്പിച്ചതിന് വളരെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വിഷയത്തിൽ ആഡ് ഓൺ ചെയ്യാൻ ആർക്കുമില്ല. ഒന്നും സംസാരിക്കാനില്ല. എല്ലാവരും വായനയുടെ ലോകത്തിൽ ആലോചിച്ചിരിക്കാൻ തോന്നുന്നുണ്ടല്ലേ?
ഹലോ, ഹായ് റാബിയ മാം. ഹായ് അബി ഹായ് സാർ എത്തിയല്ലോ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് എനിക്കൊരു കുറ്റബോധമാണെന്ന് തോന്നുന്നത്. ഇത്രയും വിശാലമായ ഒരു കാര്യം ഇത്രയും നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തോ, സീരിയസ് ആയിട്ട് ഞാൻ ചെയ്തില്ലയോ എന്നുള്ളൊരു കുറ്റബോധമാണ്. വായനയിൽ എത്രമാത്രം നമുക്ക് വളരാം. മാം പറഞ്ഞത് ശരിയാണ്. നമ്മളെല്ലാം ഈസി ആയിട്ട് കിട്ടാനിരിക്കുന്നവരാണ്. മെനക്കെട്ടിരുന്ന് വായിച്ച് അത് മനസ്സിലാക്കുന്നതിനെക്കാട്ടില് സ്ക്രോൾ ചെയ്യുന്നതിലും ഈസി ആയിട്ട് കേൾക്കുന്നതിലും ഉള്ള ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം എനിക്കൊരു കുറ്റബോധമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിവും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു സ്കില്ലും ഒക്കെ അതിൽ കൂടി വളർത്തിയെടുക്കാം എന്ന് ഇപ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് ഒന്ന് ചിന്തിക്കാൻ പറ്റിയത്. വളരെ നന്നായി ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. മാമിന്റെ ശൈലിയും ഇപ്പം സൂസൻ മാം പറഞ്ഞതിന്റെ കൂട്ട് ആദ്യത്തെ ഒരു നമ്മൾ മഴ നനഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് ഉണ്ടായി. പിന്നെ മാം വായിക്കാൻ നേരത്ത് തന്നെ നമ്മൾ പല പല കഥാപാത്രങ്ങളിൽ കൂടി അവരുടെ വേദന, അവരുടെ ഇമോഷൻ കൂടിയൊക്കെ കടന്നു പോകാനും നമുക്കത് മനസ്സിലാക്കുവാനും ആഴത്തിൽ ഇറങ്ങാനും ഒക്കെ നമുക്കത് പറ്റും. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും നമ്മളെ വായന ലോകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചതിൽ താങ്ക് യു. താങ്ക് യു സർ. റാബിയ മാം, നല്ല നല്ല ക്ലാസ് ആയിരുന്നു കേട്ടാ. ഞാൻ നന്നായി വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. മലയാള നോവലുകൾ ഞാൻ എപ്പോഴും വായിക്കും. പക്ഷെ വായനയുടെ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ മാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടാ. താങ്ക് യു. താങ്ക് യു മാം. ഞാൻ ഒരു കാര്യം മാത്രം ഒന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. റാബിജി, ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. എൻ്റെ വായനാശീലം 28ാമത്തെ വയസ്സ് വരെ വളരെ വളരെ മോശമായിരുന്നു. വായിക്കുന്ന ശീലമേ ഇല്ലായിരുന്നു. സബ്ജക്റ്റ് മാത്രം പഠിക്കും, പരീക്ഷ എല്ലാം പാസ്സാവും. എക്സ്ട്രാ കരിക്കുലർ റീഡിംഗ് ഇല്ലായിരുന്നു. അത് മാറി എൻ്റെ 28ാമത്തെ വയസ്സിന് ശേഷം. അതിനുശേഷം ദി ഹോൾ വേൾഡ് ചേഞ്ച്ഡ് ഫോർ മീ. ഇനി ഒരു ഫാക്റ്റും കൂടെ പറഞ്ഞേച്ച് നിർത്താം. നിങ്ങൾ പലരുടെയും കാര്യം പറഞ്ഞു. ഈ റാബിജിക്ക് എത്ര അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. എബ്രഹാം ലിങ്കന്റെ പറഞ്ഞു, നെൽസൺ മണ്ടേല പറഞ്ഞു, ജയലളിത തമിഴ്നാട്ടിലെ മുൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന നടിയായിരുന്ന ജയലളിത വെറും 10ാം ക്ലാസ് വരെയുള്ളൂ ഫോർമൽ എഡ്യൂക്കേഷൻ. എന്നിട്ട് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമ്മുടെ മലയാളം നടി ഷീല പറഞ്ഞിട്ടുള്ളതാണ്. അത് മലയാള മനോരമ വന്നതാണ്. ഷീലയും ജയലളിതയും കണ്ടംപററീസ് ആയിരുന്നു. തമിഴ് സിനിമ ഫീൽഡിൽ ജയലളിത ആയിരുന്നു മുൻനിരയിൽ, ഇപ്പുറത്ത് ഷീല. അന്നൊക്കെ ഇൻഡോർ ഷൂട്ടിംഗ് ആയിരുന്നു. ഇപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ ഔട്ട്ഡോർ ഷൂട്ടിംഗ്. അന്ന് സ്റ്റുഡിയോയ്ക്കകത്ത് തന്നെയാണ്. ഒരു 4 ഫ്ലോർ ഉണ്ടെങ്കിൽ 1-2 ഇടത്ത് തമിഴായിരിക്കും, ഒരിടത്ത് മലയാളം, പിന്നെ ഹിന്ദി. ഒരു ഷീല കണ്ട ഒരു കാര്യം പറഞ്ഞാണ്, ഷൂട്ടിങ്ങിനിടയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ ഇവരെല്ലാം വന്നിരിക്കുന്ന റിട്ടയറിംഗ് റൂം, റെസ്റ്റ് എടുക്കാനായിട്ട് റൂമുണ്ട്. അവിടെയാണ് ഇൻ ബിറ്റ്വീൻ ദി ഷോട്ട്സ്. അപ്പോൾ ജയലളിത എപ്പോഴും ഒരു മൂലയിൽ വന്നിരുന്നുകൊണ്ട് ഒരു ബുക്കുമായിട്ടാണ് ഇരിക്കുന്നത്. ഓൾവേസ് ഷീ യൂസ് ടു സിറ്റ് വിത്ത് എ ബുക്ക്. അവൻ ഷീല ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി എന്താണ് ഈ ബുക്ക് വായിക്കുന്നത് പറഞ്ഞു ചെന്ന് നോക്കിയപ്പോഴും ഓൾവേസ് ഷീ യൂസ് ടു റീഡ് ബുക്സ് ഓൺ ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി ആൻഡ് ഹിസ്റ്ററി. ഈ 3 സബ്ജക്റ്റാണ്. ആൻഡ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ആ ജയലളിതയുടെ സെൽഫ് എംപവർമെന്റ്. ഇന്നിവിടെ വനിതാ സംവരണം അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നും വേണ്ട, ഒരു സംവരണം ഒന്നും ഉണ്ടായിട്ടല്ല ജയലളിത ഇത് വന്നത്. ഷീ എംപവർഡ് ഹെർസെൽഫ് ബൈ റീഡിങ് ഓട്ടോബയോഗ്രഫി, ബയോഗ്രഫി ആൻഡ് ഹിസ്റ്ററി. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ ടു കൺക്ലൂഡ്, ജയലളിത മരിച്ചതിന് ശേഷം അവരുടെ വീട്ട് പോയസ് ഗാർഡനിൽ ചെന്നപ്പോൾ അവരുടെ പേഴ്സണൽ ലൈബ്രറിയിൽ മോർ ദാൻ 7,000 ബുക്സ്. പേഴ്സണൽ ലൈബ്രറിയിലെ കളക്ഷൻ 7,000-ലേറെ ബുക്സ്. അതിൽ ഒരു മോർ ദാൻ 80% ഫിക്ഷൻ അല്ല, കഥപുസ്തകമല്ല, നോൺ ഫിക്ഷൻ ബുക്സ്. അതുകൊണ്ട് ടേക്ക് ഹോം മെസ്സേജ്, ഇത് വായനാശീലം വളർത്തുക. റാബിജിക്ക് എത്ര പിള്ളേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ പിള്ളേർക്ക് നല്ല വായനാശീലം ഉണ്ടോ എന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻകറേജ് ദം ടു റീഡ്
biographies and autobiographies. Thank you. Thank you, sir. Thank you very much. ഓക്കെ, ഇനി ആരുമില്ലെന്ന് വിചാരിക്കുന്നു അല്ലേ? സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. നേരത്തെ കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ സെഷൻ യെസ് അല്ലേ? യെസ്, നേരത്തെ തീർന്നു. അതെ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് റാബിയ മാം ഫോർ ദിസ് തോട്ട്ഫുൾ സെഷൻ. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇൻട്രോ തന്ന ഫൗസിയ മാമിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത്രയും നേരം നമ്മളെ ഇവിടെ കേട്ടിരിക്കുകയും ഇതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്ത എല്ലാവർക്കും, എല്ലാ ഓഡിയൻസിനും ഒരുപാട് നന്ദി. നമ്മൾ മറ്റൊരു ട്രെയിനറുമായി ഇനി ഫ്രൈഡേ മീറ്റ് ചെയ്യാം. സോ ഗുഡ് നൈറ്റ്. Thank you. Good night. Thank you. And Fauzia, your intro was good. Thank you. Thank you, ma.